ഈ ഇറങ്ങി ഈ കൂത്ത് കാണിക്കുന്ന സൈബർ പട അവരൊരു രക്ഷിതാവില്ലാത്ത സംഘമാണ് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഉറപ്പായും അതിന് പിന്നിൽ ചില കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ശക്തനാണെന്ന്, ഞങ്ങൾ ശക്തരാണെന്ന് നേതൃത്വത്തെ ബോധിപ്പിക്കാൻ, ഞങ്ങളെ അവഗണിച്ചും പുറത്താക്കിയും പോകാൻ കഴിയില്ല എന്ന വീമ്പ് കാട്ടാൻ. അതിൻ്റെ ദുരന്തമാണ് സത്യത്തിൽ കോൺഗ്രസ് അനുഭവിക്കുന്നത്. അതിന് CPM-നെ പഴി പറഞ്ഞിട്ട് എന്ത് കാര്യം? നോക്കൂ, CPM-നെ പഴി പറഞ്ഞതല്ല, CPM-ന്റെ നിലപാട് മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിഷാദ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കാരണം ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഞങ്ങളാണ് കേമന്മാരെന്ന് പറയുന്നുണ്ടെന്ന്. അത് കോൺഗ്രസിൽ ഇല്ലാത്തൊരാളല്ലേ ചെയ്യുന്നത്? അത് മനസ്സിലാക്കൂ. കോൺഗ്രസിൽ ഇല്ലാത്തൊരാൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കോൺഗ്രസിന് എന്ത് ഉത്തരവാദിത്വം? അത്ര നിഷ്കളങ്കരാകാൻ പറ്റുമോ നമുക്ക്? ശ്രീകുമാർ, കോൺഗ്രസിൽ ഇല്ലാത്ത ആൾ അന്ന് പറയാം, സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണല്ലോ. കോൺഗ്രസിനുള്ള ആളുടെ രക്ഷാകർതൃത്വം അതിനുണ്ട് എന്നുള്ളത് 101% ഉറപ്പാണ്. അല്ലാതെ ഇത്ര വലിയ ഓപ്പറേഷൻ നടത്താൻ പുറത്തു പോയിരിക്കുന്ന ഒരു പുതിയ നേതാവിന് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിഷാദെ, അല്ല, അങ്ങനെ വിചാരിച്ചെങ്കിലും പറഞ്ഞാൽ എനിക്ക് രക്ഷയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് ആരോപിക്കാം. കാരണം നിങ്ങൾ കാണുന്നത് അങ്ങനെയാണ്. പാലക്കാട് ഒരുപാട് പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ഒപ്പം പോകുന്നു. എന്തുകൊണ്ടാണ് BJP-ക്കും DYFI-ക്കാർക്കും ഇദ്ദേഹത്തെ തടയാൻ പറ്റാതിരുന്നത് എന്ന ചോദ്യം ഉയരുന്നു. അപ്പോൾ അതേ ഘട്ടത്തിൽ തന്നെ മന്ത്രി ശിവകുട്ടിയും CPM-ന്റെ വനിതാ MLA-യും BJP-യുടെ പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷനുമൊക്കെ ഇദ്ദേഹത്തിനോട് വേദി പങ്കിട്ടത് ഒരു MLA എന്ന നിലയ്ക്ക് അതും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ശശികുമാർ, പാലക്കാട്ടെ കോൺഗ്രസുകാർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ കൂടാൻ പാടില്ല എന്ന് ഷാഫി പറമ്പിൽ ഒരു വാക്ക് പറഞ്ഞ കോൺഗ്രസ്സുകാർ പോവില്ല. ഷാഫി പറമ്പിൽ തടഞ്ഞിട്ടില്ല, ഒരു ഘട്ടത്തിലും തള്ളി പറഞ്ഞിട്ടില്ല ഈ മാന്യനെ ഷാഫി പറമ്പിൽ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇദ്ദേഹത്തിന്റെ MLA ഓഫീസിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ഗാന്ധിയുടെ പടം വെക്കുന്ന പോലെ ഇദ്ദേഹത്തിന്റെ പിറകിൽ വെച്ചിരിക്കുന്നത് ഷാഫി പറമ്പിലിന്റെ പടമാണ്, അദ്ദേഹത്തിന്റെ ഗോഡ് ഫാദർ. അപ്പോൾ അദ്ദേഹം എങ്ങനെ ചലിക്കണമെങ്കിലും ഏതൊക്കെ വഴിക്ക് പൊളിറ്റിക്കലി മൂവ് ചെയ്യണമെങ്കിലും അതിൽ ഷാഫി പറമ്പിലിന്റെ ഒരു വെറ്റിംഗ് ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ ഈ സൈബർ പട ഇറങ്ങി നിന്ന് നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നത്, കേരളത്തിന്റെ പൊതുമനസാക്ഷിയെ വെല്ലുവിളിക്കുന്നതിൽ ഈ ഗോഡ് ഫാദർമാർക്കൊന്നും പങ്കില്ല എന്ന് വിശ്വസിക്കണമെങ്കിൽ പച്ചവെള്ളം മാത്രം കുടിച്ചിരിക്കണം. നോക്കൂ നിഷാദേ, അതായത് ഒരു പാർട്ടിയിലത്തെ ഏതെങ്കിലും ഒരു നേതാവ് പുറത്താക്കപ്പെട്ടാൽ ആ പുറത്താക്കപ്പെട്ട ആളുടെ ഒപ്പം ഏതെങ്കിലും കുറച്ച് പേരുണ്ടാവും. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. അതുപോലെ സൈബർ അറ്റാക്കും ഉണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഞാൻ CPM-ന്റെ ആലപ്പുഴ എന്ന് പറയുന്നില്ല, CPM-ന്റെ കേരളത്തിലെ പ്രമുഖ നേതാവായ G. സുധാകരൻ ഈ സൈബർ ഇടങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ആക്ഷേപങ്ങൾക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ. അദ്ദേഹം ഉപയോഗിച്ച പദപ്രയോഗം എന്തായിരുന്നു? അതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ MV ജയരാജന് തള്ളിപ്പറയേണ്ടി വന്നില്ലേ പഴയകാല ഇവരെ സപ്പോർട്ട് ചെയ്ത സൈബർ വിഭാഗങ്ങളെ? അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന് ബന്ധമില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഓഫീസിൽ ഷാഫി പറമ്പിലിൻ്റെ പടം വെച്ചെങ്കിൽ തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ഭാഗമാകാം. കാരണം ഇത്രയധികം ഞാൻ പറഞ്ഞല്ലോ, ഒരു യുവനിരക്കെതിരെ CPM കൂടുതലായിട്ട് പ്രകോപിതരായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവിടെ പ്രകോപിതരാകാൻ ഇപ്പുറത്തും ആൾ വരും. അത് രാഷ്ട്രീയ കക്ഷികളുടെ അടിസ്ഥാന വിഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതല്ലേ സംഘടനകൾ ഉണ്ടാകുന്നത്? നേതാക്കൾ പറഞ്ഞിട്ടാണോ സംഘടനകൾ ഉണ്ടാകുന്നത്? അത് പ്രവർത്തകർ തമ്മിൽ പ്രശ്നം ഉണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. ഷാഫി പറമ്പിലിനെ ആക്ഷേപിച്ചപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെയും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലില്ല, അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന സമയത്ത് അദ്ദേഹത്തെയും അബിൻ വർക്കിയെ പോലുള്ളവരെയും അഭിജിത്തിനെ പോലുള്ളവരൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് നിന്നു. അപ്പുറത്ത് യൂത്ത് ലീഗിലുണ്ടായിരുന്നല്ലോ PK ഫിറോസും നവാസിനെ പോലുള്ളവരുണ്ടായിരുന്നു. ഇവരെയൊക്കെ കൂട്ടിച്ചേർത്ത് എത്ര കഥകളുണ്ടാക്കി ഇവർ. അപ്പോൾ അത് മലബാർ മേഖലയിലെ സ്വാധീനം ഉണ്ടെന്ന് വന്നപ്പോഴാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അതിൽ നിന്നും ഒരാളെ തെറ്റിയത് ബോധ്യമായപ്പോൾ ഭരണഘടനാപരമായ കാര്യം പോലും നോക്കാതെ സസ്പെൻഡ് ചെയ്തു. എന്ന് വെച്ചാൽ ഭരണഘടനാപരമായ കാര്യം നോക്കാതെ എന്ന് പറയാൻ കാരണം അത് സാധാരണ CPM ചെയ്യുന്നത് പോലെ കമ്മിറ്റിയിൽ വെച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. കമ്മിറ്റിയെ വെച്ച് അന്വേഷിച്ച് വിശദീകരണം ചോദിച്ച് മാറ്റി നിർത്തുന്നതിന് പകരം ഒറ്റയടിക്ക് ഭരണഘടന നോക്കാതെ മാറ്റി നിർത്തി. അപ്പോൾ CPM നേതാക്കളെന്ന് എന്താ പറഞ്ഞെന്നറിയാമോ നിഷാദെ? അന്ന് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഭരണഘടന നോക്കാതെ സസ്പെൻഡ് ചെയ്തത് തിരിച്ചെടുക്കാനാണെന്ന്. ഇപ്പം എത്ര മാസമായി തിരിച്ചെടുത്തോ? ഇല്ലല്ലോ. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ എല്ലാവരും കിടന്ന് ബഹളം വെക്കുന്നത് ഈ കേസ് വാലിഡ് അല്ല, ലീഗൽ അല്ല, നിൽക്കില്ല എന്നൊക്കെയാണ്. പക്ഷെ കോൺഗ്രസ് നിലപാടെടുത്ത് കേസിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു നേതാവ് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള അതിക്രിയകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ അതിക്രിയ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നതിന് തെളിയിക്കുന്ന ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഓൾറെഡി വന്ന് കഴിഞ്ഞിട്ടുണ്ട്. കോടതിയുടെ പരിശോധന, അദ്ദേഹം ജയിലിൽ പോകേണ്ട ആളാണോ ഇല്ലയെന്ന് വേറെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു പാർട്ടി ജനങ്ങൾക്ക് മുൻപാകെ വെക്കുന്ന ഒരു മാതൃകയുണ്ടല്ലോ, ആ മാതൃകയുടെ അപ്പുറം പോയിട്ടാണ് ഇദ്ദേഹത്തിന്റെ കളി മുഴുവൻ എന്ന് വ്യക്തമായി കഴിഞ്ഞു.